പ്രധാനമന്ത്രിയുടെ ഉച്ചയൂണ് വിവാദത്തിന് പിന്നാലെ ബി.ജെ.പി. അനുകൂല പ്രസ്താവനയുമായി എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. ബി.ജെ.പി. സംഘപരിവാർ സംഘടന അല്ലെന്ന് ചാനൽ ചർച്ചയിൽ പ്രേമചന്ദ്രന്റെ ന്യായീകരണം. തന്റെ അറിവിൽ ആർ.എസ്.എസും ബി.എം.എസും എ.ബി.വി.പിയും ബജ്റംഗ് ദളും മാത്രമാണ് സംഘപരിവാർ സംഘടനകളെന്നായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രതികരണം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ബി.ജെ.പി. എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആർ.എസ്.എസും ബജ്റംഗ് ദളും എ.ബി.വി.പിയും അതുപോലെ ബി.എം.എസും ഒക്കെയാണ് സംഘപരിവാർ സംഘടനകൾ. ആ സംഘപരിവാർ സംഘടനയിൽ ബി.എം.എസിന് നേതൃത്വം കൊടുക്കുന്നത് മുഴുവൻ ആർ.എസ്.എസ് നേതാക്കന്മാരാണ്. രാജ്കുമാർ കൊല്ലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രാജ്കുമാർ, എന്തിനാണ് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. ബി.ജെ.പിയെയും സംഘപരിവാറിനെയും ആർ.എസ്.എസിനെയും ഒക്കെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഈ കൊല്ലം ബൈപ്പാസിൻ്റെ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമാണ് കൊല്ലം ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതും അതിൻ്റെ ഉദ്ഘാടനം നടത്തിയതും. അതിന് മുഖ്യമന്ത്രിയായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ സ്വാഭാവികമായും പ്രേമേന്ദ്രൻ അതിന് എഗെയിൻസ്റ്റായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടാണ് വെറും 13 കിലോമീറ്ററിൻ്റെ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആ ഉദ്ഘാടന മാമാങ്കത്തിന് പ്രധാനമന്ത്രി വരുന്നതിന് തന്നെ വലിയ ചെലവും കേരളത്തിന് സഹിക്കേണ്ടി വന്നു. അത് ഒരു ഭാഗം. അന്നേ ഈ പ്രേമേന്ദ്രൻ്റെ ബി.ജെ.പി. പ്രണയത്തെക്കുറിച്ചും അദ്ദേഹം ബി.ജെ.പി. കേന്ദ്രത്തിൽ യു.പി.എ. സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ ഇത് എതിർകക്ഷി എന്ന് പറയുമ്പോൾ വർഗീയതയുടെ ആൾരൂപമായിട്ടുള്ള ബി.ജെ.പി. അല്ലെങ്കിൽ അതിൻ്റെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൻ്റെ മന്ത്രിസഭയിൽ നേതൃത്വം കൊടുക്കുന്നവർ അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇടതുപക്ഷ വിരോധത്തിനെതിരായി അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിലാണ്, അതായത് ബി.ജെ.പിയുടെ നേതാക്കളെ അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരെ പ്രധാനമന്ത്രിയൊക്കെ ഈ ന്യായീകരിക്കുന്നതിലും അവരെയെല്ലാം പുകഴ്ത്തുന്നതിലും പ്രേമചന്ദ്രൻ PhD എടുത്തു എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആക്ഷേപം വരുന്നത്. സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം പ്രധാനമന്ത്രിയോട് ഉച്ചയൂണ് കഴിക്കാൻ പോകുന്നു, പിന്നീട് അതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നു. ദൗർഭാഗ്യവശാൽ അതിനെല്ലാം ന്യായീകരിച്ച് കൂടെ നിൽക്കുന്ന ഒരു UDF നേതൃത്വവും ഈ പ്രധാനമന്ത്രിയുടെ ഉച്ചയൂണിൻ്റെ പുറകിലെ രാഷ്ട്രീയം, അതിൻ്റെ ഉദ്ദേശം തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ അവരുടെ ഈ പ്രതികരണങ്ങൾ. അത്ര നിഷ്കളങ്കമാണോ അത്? അതായത് ഇളമരം കരീമിന് ഒരിക്കലും അല്ല. അതാണ്, ഇളമരം കരീമിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച അവസാനം അദ്ദേഹം തന്നെ ഇതിലിപ്പോൾ പെട്ടുപോയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് RSP നേതാക്കൾ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പക്ഷേ പ്രേമേന്ദ്രനെ അവർക്കിപ്പോൾ സംരക്ഷിച്ചേ മതിയാകൂ. ആകപ്പാടെയുള്ള ഒരു MP ആണ്. ഇനി അതെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇന്നലെയും RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഇഷ്ടമല്ലെങ്കിൽ പോലും ഇന്നലെയും വാർത്താസമ്മേളനം നടത്തി അദ്ദേഹത്തെ ന്യായീകരിച്ചു. ഇന്നും 3 മണിക്ക് ഷിബു ബേബി ജോൺ പത്രസമ്മേളനം കൊല്ലത്ത് RSP ഓഫീസിൽ വിളിച്ചിട്ടുമുണ്ട്. A അസീസിൽ ഇക്കാര്യത്തിലുള്ള അദ്ദേഹം മാധ്യമങ്ങളോട് ചാനലിനോട് തുറന്ന് സംസാരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും ഇതിലൊരു ഗൗരവക്കുറവ് സംഭവിച്ചോ, ജാഗ്രത കുറവ് സംഭവിച്ചോ, അത് പ്രേമേന്ദ്രനോട് തന്നെ ചോദിക്കാം. കാര്യം അതായത് ഈ NDA സഖ്യത്തിൽ പങ്കെടുത്തിട്ടുള്ള MP-മാരിലെല്ലാം തന്നെ NDA സഖ്യത്തിൽപ്പെട്ടവരാണ് പ്രേമേന്ദ്രൻ ഒഴികെ. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാനില്ല. A അസീസിനെയൊക്കെ എന്നേ RSPയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചോ അല്ലെങ്കിൽ ആ നിലയിലേക്ക് അദ്ദേഹത്തെ ഒതുക്കിപ്പോയി. അദ്ദേഹം ഒരു മന്ത്രിയൊക്കെ ഇടതുപക്ഷത്തുണ്ടായിരുന്ന ഒരു മന്ത്രിയൊക്കെ ആവാൻ സാധ്യതയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് അവസാനിക്കുന്നു എന്ന തരത്തിലേക്കാണ് RSP പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഭാഗം ഷിബു ബേബി ജോൺ RSPയെ കൈയടക്കി, മറുഭാഗം പ്രേമേന്ദ്രനും കൈയടക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൽ പുതിയ ഒരു യുവത്വം വളർന്നു വരുന്നുമില്ല. അത് വേറൊരു ഇഷ്യൂ ആണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ അദ്ദേഹം ഇന്നലത്തെ ആ ചാനൽ ചർച്ചയിൽ ഇളമരം കരീം അദ്ദേഹത്തിനെതിരെ വന്നതിൻ്റെ ഒരു പേരിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടിയുള്ള എടുത്ത വാക്കുകൾ പ്രയോഗിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. ഇതിൽ അന്ന് ഇളമരം കരീം പാലക്കാട് പങ്കെടുത്ത BMSൻ്റെ യോഗത്തിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു. ഒരുപക്ഷെ UTUCയുടെ A അസീസും പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിന് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ കഴിയില്ല എന്നാണ് BMS നേതൃത്വത്തെ അദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചത്. നോട്ടീസിൽ UTUCയുടെ നേതാവായ A അസീസിൻ്റെ പേരുമുണ്ടായിരുന്നു. INTUC ചന്ദ്രശേഖരൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത് ഒളിയമ്പ് ചെയ്തതാണോ എന്നാണ് സ്വാഭാവികമായി സംശയിക്കുന്നത്.
INTUC ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ഈ പ്രേമേന്ദ്രന് സീറ്റ് നൽകിയത് തെറ്റാണ്, RSP കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ, എന്തിനാണ് ഇവർക്ക് സീറ്റ് നൽകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ഗൗരവമായി ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അതിൻ്റെ ഒരു പകയാണോ എന്നറിയില്ല, ഇളമരം കരീമിനെ ലാക്കാക്കി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഇതേ BMSൻ്റെ യോഗത്തിൽ INTUCയുടെ ചന്ദ്രശേഖരൻ പങ്കെടുത്തിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ പറയാൻ നാണമുണ്ടോ BMS, അതൊരു സംഘപരിവാർ പ്രസ്ഥാനമായിട്ടുള്ള BMSൻ്റെ അവിടെ പോയി ചായ കുടിച്ചിട്ടാണ് തന്നെ തെറി പറയുന്നത് എന്ന് പ്രേമേന്ദ്രൻ പറയുമ്പോൾ അത് ആരെയൊക്കെ ഉന്നം വെച്ചാണെന്ന് മാത്രമേ ഇനി നമുക്കറിയേണ്ട കാര്യമുള്ളൂ.